ഒരു നാടിന്റെ ചരിത്രം പേറുന്ന ആരാധനാലയമാണ് എറണാകുളം പെരുമ്പാവൂരിലെ വല്ലം ജുമാ മസ്ജിദ്. പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിക്ക് ഏകദേശം 900 വർഷം പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. പള്ളിയുടെ പഴമ ഒട്ടും ചോരാതെയാണ് നവീകരണ പ്രവർത്തനവും നടത്തിയിരിക്കുന്നത്. എന്നെ ഓർമ്മിക്കുന്നതിനായി നീ നമസ്കാരം മുറുകെ പിടിക്കുക. വിശുദ്ധ ഖുർആൻ സൂക്തം 40. ഒരു നാടിൻ്റെ തന്നെ തലയെടുപ്പും പൈതൃകത്തിൻ്റെ സ്മരണയുമാണ് എറണാകുളം ജില്ലയിലെ വല്ലം ജുമാ മസ്ജിദ്. തുടക്കം മുതൽ പള്ളിയിൽ ഉപയോഗിച്ച ശേഷിപ്പുകൾ ഇന്നും അതിൻ്റെ തനിമയോടെ വിശ്വാസികൾ സൂക്ഷിച്ചു പോരുന്നു. AD 1000 പ്രദേശവാസികൾക്കു വേണ്ടി പണികഴിപ്പിച്ച പള്ളിയിൽ അംഗശുദ്ധി ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഹൗദ് ഇന്നും അവർ അതേപടി കാത്തുസൂക്ഷിക്കുന്നു. കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാനെത്തിയ മാലിക് ദിനാറും സംഘവുമാണ് ഈ പള്ളി സ്ഥാപിച്ചത് എന്ന് വിശ്വസിക്കുന്നു. കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ പള്ളിക്കു ശേഷം നിർമ്മിക്കപ്പെട്ട ആദ്യകാല പള്ളികളിൽ ഒന്നായാണ് വല്ലം പള്ളിയെ ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തുന്നത്. തൊള്ളായിരത്തി 50 പഴക്കമുള്ള ഒരു മഹലാണ്. ഈ മഹലിൽ നിന്ന് ഏകദേശം ഒരു 12-13 വേറെ മഹലുകൾ പിരിഞ്ഞു പോയിട്ടുള്ള ഒരു മഹൽ കൂടിയാണ്. ഇതിൻ്റെ കാലപ്പഴക്കം ഞങ്ങളുടെ കാരണവന്മാർ വഴി പറഞ്ഞ് മനസ്സിലാക്കിയത് മാത്രമാണ് ഞങ്ങൾക്കുള്ള അറിവ്. പല ഘട്ടങ്ങളിലായിട്ട് പുതുക്കി പണിത് കൊണ്ടുവന്നാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഈ പുതിയ രൂപത്തിലാക്കിയിട്ട് 4 വർഷം കഴിഞ്ഞു. പൂർണ്ണമായും തടിയിൽ തീർത്തതായിരുന്നു വല്ലം പള്ളി. പഴയ കേരളീയ ക്ഷേത്രങ്ങളുടെയോ കൊട്ടാരങ്ങളുടെയോ മാതൃകയിലുള്ള തച്ചുശാസ്ത്ര രീതിയിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. കാലപ്പഴക്കം കൊണ്ട് പള്ളിയുടെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം ഒട്ടും ചോർന്നു പോകാതെയാണ് ഇന്നും സംരക്ഷിക്കപ്പെടുന്നത്. ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുള്ളത്, ഇതിൻ്റെ ചുറ്റുഭാഗത്തും ഒരുപാട് മഹത്തുക്കളായ കാരണവന്മാരും മറ്റ് ഔലിയാക്കളും ഒക്കെ അടങ്ങപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് പല ആളുകളും പല മഹല്ലുകളിൽ നിന്നും സിയാറത്തിനായിട്ടും മറ്റ് കാര്യവീര്യത്തിനായിട്ടൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതുക്കി പണിയാൻ തീരുമാനിച്ചപ്പോൾ പഴമ ചോരരുത് എന്ന് നിർബന്ധമായിരുന്നു. പെരിയാറിന്റെ തീരത്താണ് വല്ലം പള്ളി സ്ഥിതി ചെയ്യുന്നത്. പണ്ടുകാലത്ത് ജലമാർഗമുള്ള വ്യാപാരം സജീവമായിരുന്ന കാലത്ത് കൊടുങ്ങല്ലൂരിൽ നിന്നും ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം മതം എത്തിയതിൻ്റെ ആദ്യ പാതകളിൽ ഒന്നാണ് പെരിയാർ. അതിനോടൊപ്പം തന്നെ പള്ളിയും നിർമ്മിക്കപ്പെട്ടതാണ് കരുതിപ്പോരുന്നത്. പെരിയാറിൻ്റെ തീരത്ത് അവിടെ നിന്ന് ഇവിടെ വന്നിറങ്ങിയ മഹാന്മാരായ വ്യക്തികളുടെ ഒരു സാന്നിധ്യം കൂടി ഈ മഹലിനുണ്ടായിട്ടുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. വളരെ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടിരുന്നിട്ടും എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചും എല്ലാ പ്രത്യേകതകളും ഇതിന് ഉള്ളതുകൊണ്ട് ഇത് വളരെയധികം പുതുക്കി പണിയാനും പറ്റി. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനും പറ്റി. ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ഈ പള്ളി ഈ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിന് വരുത്തിയ മാറ്റം ചെറുതല്ല. അത് ഇന്നും അതിൻ്റെ തനിമയോടെ തന്നെ നാട്ടുകാർ ചേർത്ത് പിടിക്കുന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനം. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ മുഹമ്മദ് യഹിയയോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.